കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ്. രാഷ്ട്രീയ കോണുകളിൽ നിന്നെല്ലാം എന്നായിരിക്കും വോട്ടെടുപ്പ് എന്നത് സംബന്ധിച്ച കണക്കുകൂട്ടലുകൾ ആണെങ്കിൽ അതിന് ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ തലത്തിലടക്കമുള്ള സ്ഥലം മാറ്റങ്ങൾ, പോലീസ് സേനയുടെ സജ്ജീകരണങ്ങൾ, അതോടൊപ്പം തന്നെ ബൂത്തുകൾ ഉൾപ്പെടെ ക്രമീകരിക്കുന്നതിന് വേണ്ട ഉദ്യോഗസ്ഥരുടെ എണ്ണം, ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുക. അതോടൊപ്പം തന്നെ 5 സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളം മാത്രമല്ല, അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പശ്ചിമ ബംഗാൾ വലിയ സംസ്ഥാനമാണ്. പല ഘട്ടങ്ങളിലായിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യത. അസമിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് തീയതികൾ, ഈ 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുമിച്ചായിരിക്കും പ്രഖ്യാപിക്കുക. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് എന്നത് എല്ലാവരും കാത്തിരിക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് മുന്നോടിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർച്ച് 5-നാണ് കേരളത്തിലേക്ക് എത്തുന്നത്. കമ്മീഷൻ പ്രതിനിധികൾ സംസ്ഥാനത്ത് സന്ദർശനം നടത്തിയതിന് പിന്നാലെ ആണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തലസ്ഥാനത്തേക്ക് എത്തുന്നത്. ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം മാർച്ച് 2-ാം വാരത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും എന്നാണ് സൂചന. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ ആണ് ചേരുന്നത്. ഡാൻ, എന്നായിരിക്കും ആ തീയതി എന്ന ഒരു ആകാംക്ഷ ഒരു പക്ഷേ ഈ രാഷ്ട്രീയ കോണുകളിൽ മാത്രമല്ല, എല്ലാ മലയാളികളെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മൾ ജനാധിപത്യത്തെ ഒരു ഉത്സവമായി കണക്കാക്കുന്ന ജനത തന്നെയാണ്. ഇപ്പോൾ പൊതുവിൽ സംസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എത്ര ദിവസം കമ്മീഷൻ കേരളത്തിൽ കാണുമെന്നാണ് അറിയുന്നത്? ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി ഡേറ്റകൾ ക്രോഡീകരിച്ച് എന്നത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് തീയതിയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട? സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധികൾ കേരളത്തിലെത്തി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി, ചീഫ് സെക്രട്ടറിയുമായും സംസ്ഥാന പോലീസ് മേധാവിയുമായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായും ഒക്കെ ചർച്ച നടത്തി മടങ്ങിയതിന് പിന്നാലെയാണ് അന്തിമഘട്ട വിലയിരുത്തലുകൾക്ക് വേണ്ടി വരുന്ന ആഴ്ചയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ തലസ്ഥാനത്തേക്ക് എത്തുന്നത്. മാർച്ച് 5-നായിരിക്കും അദ്ദേഹം സന്ദർശനം നടത്തുകയെന്നാണ് സൂചന. അദ്ദേഹം കേരളത്തിൽ സന്ദർശനം നടത്തി സർക്കാർ പ്രതിനിധികളുമായും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായും അതോടൊപ്പം ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തി തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുന്നതിന് പിന്നാലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം ഉണ്ടായേക്കും. മാർച്ച് 2-ാം വാരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക എന്നുള്ള ഏറ്റവും പുതിയ സൂചനകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏപ്രിൽ 15-ാം തീയതിക്ക് മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. അതായത് തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി കേരളത്തിൽ ഏപ്രിൽ 2-ാം വാരത്തിന് മുമ്പ് പൂർത്തിയാക്കാനുള്ള ഒരു ധാരണയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. ഈ ജ്ഞാനേഷ് കുമാറിന്റെ സന്ദർശനത്തോടെ ഇതിൽ അന്തിമമായ ഒരു ചിത്രം തെളിയും. എന്തായാലും കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് ദിനം എന്നാണ് എന്നറിയാൻ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എന്നാണ് പ്രഖ്യാപിക്കുക, എപ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നത് സംബന്ധിച്ചൊരു ആകാംക്ഷയ്ക്ക് ഉടൻ അവസാനമാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് മുന്നോടിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർച്ച് 5-ന് കേരളത്തിലേക്ക് എത്തുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി, അതായത് പൊതുവിൽ കേരളം സജ്ജമാണ് എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒട്ടേറെ തയ്യാറെടുപ്പുകൾ വേണമല്ലോ. ഇപ്പോൾ ചില ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റേണ്ടതായി വരാറുണ്ട്. പോലീസ് സേനയിലെ അഴിച്ചുപണിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുള്ള ഉദ്യോഗസ്ഥരുടെ കണക്കും മറ്റു കാര്യങ്ങളും തയ്യാറാക്കേണ്ടതുണ്ട്. പരീക്ഷാകാലമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്കൂളുകളാണല്ലോ ബൂത്തുകളായി സജ്ജീകരിക്കാറുള്ളത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കേരളം ഒരുങ്ങി എന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. ആദ്യഘട്ട മുന്നൊരുക്കങ്ങൾ പോലീസ് സേനയിലാണ് ഏറെക്കുറെ പൂർത്തിയാകുന്നത്. അതായത് SI-മാർ മുതൽ മുകളിലേക്കുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന സ്വന്തം ജില്ലയിൽ തന്നെ ജോലി ചെയ്തിരുന്ന, അതോടൊപ്പം 3 വർഷത്തിന് മുകളിൽ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ നിർദ്ദേശങ്ങളുടെയും മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. സബ് ഇൻസ്പെക്ടർമാർക്ക് 2-3 ആഴ്ചക്കകത്ത് പുതുതായി അവർക്ക് ചുമതല നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ചുമതല ഏറ്റെടുക്കണം. CI-മാർക്കും അങ്ങനെയാണ്. നമുക്കറിയാം, CI-മാർക്ക് ഓൾ കേരളയിലാണ്. അതായത് തിരുവനന്തപുരത്തുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരുപക്ഷെ കാസർഗോഡ് വരെ ട്രാൻസ്ഫറായി പുതിയ ജോലിയിൽ അല്ലെങ്കിൽ ചുമതലകളിൽ അവർക്ക് കൃത്യമായി ചുമതല ഏറ്റെടുക്കേണ്ട സാഹചര്യം വരും. പക്ഷേ സബ് ഇൻസ്പെക്ടർമാർക്ക് അതത് റേഞ്ചുകൾക്കുള്ളിലാണ്. ഇപ്പോൾ തിരുവനന്തപുരമാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് കൊല്ലം, പത്തനംതിട്ട വരെയുള്ള പരമാവധി 2-3 ജില്ലകൾ ഉൾപ്പെടുന്ന റേഞ്ചിനുള്ളിലെ ഏതെങ്കിലും
ഏതെങ്കിലും സ്ഥലങ്ങളിലേക്കായിരിക്കും സ്ഥലം മാറ്റം. പക്ഷേ CI-മാർക്ക് അങ്ങനെയല്ല. CI-മാർക്കും DYSP-മാർക്കുമൊക്കെ ഓൾ കേരളയിലുള്ള ട്രാൻസ്ഫർ നടപടികളാണ്. അത് ഏറെക്കുറെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 2-3 ആഴ്ചക്കകത്ത് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. മറ്റ് വകുപ്പുകളിലും സമാനമായ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വടക്കൻ കേരളത്തിലെ ചില ബൂത്തുകളടക്കം പ്രശ്നബാധിത ബൂത്തുകളുടെ കൃത്യമായ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ ലൈവ് സ്ട്രീമിംഗ് അടക്കം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഏത് തരത്തിൽ വേണം, സായുധ സേനയെ ഏത് തരത്തിലുള്ള ബൂത്തുകൾ എവിടെയൊക്കെയാണ് വിന്യസിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള വിശദമായ ചർച്ചകളൊക്കെ നടക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളെയും ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും കൃത്യമായി ഈ മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SIR-മായി ബന്ധപ്പെട്ട നിലനിന്നിരുന്ന ആശങ്കകൾ പരിഗണിക്കുക എന്നത് തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് വരെ ഈ ഭേദഗതികൾ വരുത്താനും പേരുകൾ ചേർക്കാനൊക്കെയുള്ള അവസരം പരമാവധി വീണ്ടും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. 4 മണ്ഡലങ്ങളിൽ 40,000-ത്തിലധികം വോട്ടുകൾ ഇല്ലാതായിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ 4 മണ്ഡലങ്ങളിലായി പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ പാർട്ടികൾ വലിയ ആശങ്ക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം അറിയിച്ചിട്ടുണ്ട്. അതിലടക്കം കൃത്യമായി BLO-മാരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. മരണപ്പെട്ടവരും വിദേശത്ത് ഉള്ളവരും ഒഴികെ ഇവിടെ സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ആരൊക്കെ ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, അതിന്റെ കാരണം എന്താണ്, അവരൊക്കെ അടിയന്തരമായി ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാം, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധനകളാണ് ഇപ്പോൾ അവസാന വട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൂചിപ്പിക്കുന്നത് പോലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിൽ കേരളത്തിൽ നിന്നടക്കം നിരവധിയായ വോട്ടർമാർ, ഏതാണ്ട് 9 ലക്ഷത്തോളം വോട്ടർമാരുടെ കുറവുണ്ടായിട്ടുണ്ട്. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നേമത്തും വട്ടിയൂർക്കാവും ഒക്കെ ഉൾപ്പെടെയുള്ള 4 മണ്ഡലങ്ങളിൽ മാത്രം 40,000 വീതം, ഏതാണ്ട് 40,000-ത്തിന് മുകളിലും പോയ മണ്ഡലങ്ങൾ ഉണ്ട് എന്നതാണ്. 1.5 ലക്ഷത്തിലധികം വോട്ടുകൾ കുറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയൊരു പ്രത്യേകതയുമുണ്ട് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അവിടെ അസമിൽ മാത്രമാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാത്തത് എന്നതും കൂടിയാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.